കേരളത്തിലെ ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടുന്നില്ല. ഇതല്ല ഇപ്പോഴത്തെ വലിയ വിഷയം അല്ലേ. മുമ്പൊരു കാലം ഉണ്ടായിരുന്നു. അക്കാലത്ത് പെൺകുട്ടികളുള്ള രക്ഷിതാക്കൾ കണ്ണീരിലാണ്ട ഒരു സമയം ഉണ്ടായിരുന്നു. കണ്ണീരിൽ കുളിച്ച ഒരു സമയം പെൺകുട്ടികളുള്ളവര്. കാരണം അന്ന് തെങ്ങിന്റെയും പണത്തിന്റെയും സ്വർണത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് ഒരുപാട് പെൺകുട്ടികളുള്ള രക്ഷിതാക്കൾ കണ്ണീരിലാണ്ടിട്ടുണ്ട്. കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്ന സമയത്ത് പാവപ്പെട്ട ആളുകളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്ന് അവരുടെ മക്കള് ആ കല്യാണം കഴിഞ്ഞ സമയത്തുണ്ടായ സ്ത്രീകള്, അവർക്കുണ്ടായ മക്കള്, ആ മക്കളാണ് ഇന്ന് കല്യാണം കഴിക്കാൻ വേണ്ടി പെണ്ണിന് വേണ്ടി നട്ടോട്ട് കൊടുക്കുന്നത്. ഒരു കയറ്റത്തിനൊരു ഇറക്കം ഉണ്ടാവും എന്ന് പറയുന്നില്ലേ, അന്ന് ആ സമയത്ത് പടച്ചോൻ ഒരുപാട് പരീക്ഷണം കൊടുത്തിട്ടുണ്ട് അവർക്ക്. ഇന്നത് തിരിച്ചു വാങ്ങുകയാണ് അവര്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അന്ന് പെൺകുട്ടികളുള്ളവർ ഒരുപാട് ദുഃഖിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് പെൺകുട്ടികളുള്ളവർ സന്തോഷിക്കായി. ഇന്ന് സ്വർണവും വേണ്ട, പണവും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് പെണ്ണ് കിട്ടിയാൽ മതി, ഞങ്ങൾ അങ്ങോട്ട് കൊടുത്തോളാം, സ്വർണം ആവശ്യമുള്ള കൊടുത്തോളാം, എന്ത് വേണമെങ്കിലും കൊടുത്തോളാം, ഞങ്ങൾ ഗൾഫിലേക്ക് കൂട്ടിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഓഫറുകളാണ്. അന്ന് കഷ്ടപ്പെടുത്തിയതിന് ഇന്ന് പടച്ചോൻ കൊടുത്തവര് തിരിച്ചടിയാണ്. ഇത് എല്ലാ സ്ഥലത്തും നമ്മളെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ച ഒരു ജില്ലയുണ്ട് സ്ത്രീധനത്തിന്റെ പേരിൽ. അത് ഏതാണെന്ന് അറിയുന്നവർ കമന്റ് ഇട്ടോ.